SFI സംസ്ഥാന സമ്മേളനം തുടരുകയാണ്. ഇന്ന് പ്രവർത്തന റിപ്പോർട്ടിംഗിന് മേലുള്ള ചർച്ചകളിലാണ് നടക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ സുലേഖ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സുലേഖ, SFI സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തന റിപ്പോർട്ടിന് മേലുള്ള ചർച്ചകളാണല്ലോ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനു, തീർച്ചയായും SFI 35ാമത് സംസ്ഥാന സമ്മേളനത്തിന് ആവേശോജ്വലമായ ഒരു തുടക്കം തന്നെയാണ് തിരുവനന്തപുരത്തുണ്ടായത്. ഇന്നലെ വൈകിട്ടാണ് പ്രതിനിധി സമ്മേളനം പ്രസിഡന്റ് കെ അനുശ്രീ പതാക ഉയർത്തിയോടെ ആരംഭിച്ചത്. ഇന്ന് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷം പൊതുചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ 14 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളും അതിനൊപ്പം തന്നെ ലക്ഷദ്വീപിൽ നിന്നുള്ള പ്രതിനിധികളും ഇത്തരത്തിൽ ഈ പൊതുചർച്ചയിൽ പങ്കെടുക്കുമെന്നുള്ളത് തന്നെയാണ്. ഈ പൊതുചർച്ചയ്ക്ക് ഒപ്പം തന്നെ രക്തസാക്ഷി കുടുംബങ്ങളെ ആദരിക്കൽ, അതിനൊപ്പം തന്നെ നേതൃസംഗമം അടക്കമുള്ള മറ്റു പരിപാടികളും SFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. എന്തായാലും ഈ AKG സെന്ററിൽ ഹാളിൽ പ്രത്യേകം സജ്ജീകരിച്ച അഭിമന്യു DH നഗറിലാണ് SFIയുടെ 35ാമത് പ്രതിനിധി സമ്മേളനം തുടങ്ങുന്നത്. ഇത്തരത്തിൽ രക്തസാക്ഷി കുടുംബങ്ങളെ ആദരിക്കലടക്കമുള്ള കാര്യങ്ങളും SFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിദ്യാർത്ഥി സംഘടനയുടെ ആവേശോജ്വലമായ സമ്മേളനമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. പ്രതിനിധി സമ്മേളനം ക്യൂബയുടെ ഇന്ത്യൻ അംബാസിഡറാണ് ഉദ്ഘാടനം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. എല്ലാ തരത്തിലുമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഈ രണ്ട് സമ്മേളനങ്ങളിലും ഉണ്ടായി, ഉദ്ഘാടന സമ്മേളനങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഇന്ന് പ്രമേയമടക്കമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കും. ഈ പ്രമേയങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളെ ബാധിക്കുന്ന പ്രമുഖമായ വിഷയങ്ങൾ ഈ പ്രമേയത്തിൻ്റെ ഭാഗമായി ഉയർന്നു വരും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 35ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. മനു, ശരി. തിരുവനന്തപുരത്ത് നിന്ന് സുലേഖ.